ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രനും അലീനയായിട്ട് അച്ഛനും മകളുമായിട്ട് നല്ല രീതിയിൽ പരസ്പരം സ്നേഹിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ അലീനയെ വിളിച്ചിരുത്തിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, താഴെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. ഏയ്, അവിടെ ഇപ്പോൾ കൃഷ്ണമോൾക്ക് എന്നോട് സ്നേഹമാണല്ലോ, മറ്റുള്ളവർക്ക് എപ്പോഴായാലും എന്നോട് ദേഷ്യം തന്നെയാണ് എന്ന് അലീന പറയുക. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ തന്ന പദവി നിനക്ക് എങ്ങനെയാണ്? എനിക്കത് അത്ര വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ വന്ന നാൾ മുതൽ എനിക്ക് അച്ഛൻ തന്നെയാണ്. ആ നടപ്പും ഇരിപ്പും വിളിയും ഒക്കെ ഞാൻ എൻ്റെ അച്ഛനായിട്ട് തന്നെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രന് നല്ല സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് പറയണ്ട, പിന്നെ നീ എനിക്ക് കുട്ടിയാണ്. എൻ്റെ മനസ്സിൽ നീ ആരാണെന്ന് നിനക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് കുട്ടിയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. അപ്പോൾ അലീന പറയാം, സാരമില്ല, കുട്ടിയായിട്ട് തന്നെ ഇരുന്നോട്ടെ. അതാകുമ്പോൾ എനിക്ക് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ ചോദിക്കാമല്ലോ. അത് വേണം, ഇത് വേണം, അമ്പിളിമാമനെ പിടിച്ചു തരണം എന്നൊക്കെ. ആ നിനക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, ഇനി മുതൽ ഞാനത് നിനക്ക് തരും എന്നൊക്കെ പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രയും ദിവസം ഈ കുട്ടി എവിടെയായിരുന്നു? ഇത്രയും ദിവസം ഞാൻ കഴക്കൂട്ടത്തായിരുന്നു, തിരുവനന്തപുരത്തെ. അത് ശരി. ആ അപ്പോൾ നല്ല അച്ഛനും മോളും, ഇന്നലെ ജനിച്ച മോളും അച്ഛനും മോക്കും ഒരേ പ്രായം അല്ലേ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, അതിനിപ്പോൾ എന്തേ, ഓർഫണേജിലൊക്കെ ഓരോ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി വരുമ്പോഴേ അന്ന് മുതലാണ് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടുമ്പോൾ അവർക്ക് പുതിയ അച്ഛനും അമ്മയും അവർക്ക് പുതിയ മക്കളും, അന്ന് മുതലാണ് അവർ പുതിയ ആവുന്നത്, ഇതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരു ആളിനെ മാത്രം ദത്തെടുക്കാനായിട്ട് ആരും വരാത്തെ? ഒത്തിരി പേര് എന്നെ ചോദിച്ചു വന്നിരുന്നു എന്ന് ബജിത മമ്മി പറഞ്ഞിട്ടുണ്ട്. ബജിത മമ്മി എന്നെ കൊടുത്തില്ല. അതെന്തേ കൊടുക്കാത്ത? എൻ്റെ ഈ അച്ഛന് തരാൻ വേണ്ടിയിട്ടായിരിക്കാം കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്നത്. അതാണ് പോയിൻ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചായ കൊണ്ട് തന്നു, ചൂടാറാതെ. എന്തായാലും അച്ഛനത് കഴിക്കുമെന്ന് പറയും കേട്ടോ. പിന്നെ എന്താ വേണ്ടേ, കാപ്പി വേണോ, ഇഡ്ഡലി വേണോ, എന്തൊക്കെയാണ് വേണ്ടേ? അതിന് ചൂടാറിക്കഴിഞ്ഞാലും ഫുഡ് ഉണ്ടാക്കാനും ഇവിടെ ജോലി ചെയ്യാൻ ആളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയാം, ആരാ ഇവിടെ ജോലിക്കാരി ഇല്ല, പിന്നെ ജോലിക്കാരിയൊക്കെ പോയി. ഇന്നലെ മുതൽ പുതിയ ആളാണ്, അച്ഛൻ്റെ മോളാണ് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നത് അച്ഛന് വേണ്ടിയിട്ട്. അത് ശരിയാ. അങ്ങനെ അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ പലതവണ അച്ഛാന്ന് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അത് ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാനുണ്ട് ബാലചന്ദ്രന്. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ബാലചന്ദ്രൻ അലീനയുടെ കൈ പിടിച്ച് വെച്ചിട്ടൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇനി ഈ അച്ഛന് ദിവസവും ആഹാരം പാകം ചെയ്ത് തരേണ്ട കൈയല്ലേ എന്നും പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ 3 മക്കൾക്കും ഇഷ്ടം പോലെ ആഹാരം വാരി കൊടുത്തിട്ടുണ്ട്. സ്നേഹം കിട്ടാത്തത് നിനക്കല്ലേ, പക്ഷേ ഇന്ന് മുതൽ ഞാൻ ഇഷ്ടംപോലെ സ്നേഹം എൻ്റെ മോൾക്ക് തരും. പിന്നെ എൻ്റെ മോള് ഇവിടെ മറ്റുള്ളവരെ പോലെ തന്നെയാണ്, അതേ സ്ഥാനം തന്നെയാണ് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ അലീനടുത്ത് പറയട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് അച്ഛൻ എന്നൊരു പദവി കിട്ടിയതും ആ ഒരു സ്നേഹവും ഒക്കെ ആയിട്ട് അവരങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പലതവണ അലീന അച്ചാന്ന് വിളിക്കുന്നുണ്ട്, അലീനയെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വൈജ ദേഷ്യം പിടിച്ചിട്ട് എവിടെയോ പോകാനായിട്ട് ഇറങ്ങുകയാണ്, റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണ വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാനിവിടുന്ന് ഒരിടവും ഇറങ്ങി പോകുന്നില്ല, ഞാൻ പോകണമെന്നായിരിക്കും നിങ്ങളുടെയൊക്കെ ആഗ്രഹമല്ലേ? അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അമ്മേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അമ്മ ഇവിടെ നിൽക്കണം, എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അമ്മ ഇറങ്ങി പോകുമല്ലോ, അതുകൊണ്ടാണ് ഉടുത്തൊരുങ്ങി നിന്നപ്പോൾ ഞാൻ ചോദിച്ചത്. പിന്നെ ഇവിടെ ഒരുത്തി വന്ന് ഇപ്പോൾ ഉണ്ടല്ലോ, പുതിയൊരു പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അലീനയെക്കുറിച്ച്. അന്നേരം നിങ്ങളെല്ലാവരും കൂടെ അത് സമ്മതിച്ച് കൊടുത്തല്ലോ എന്ന് പറയാം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മേ അമ്മ പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല, പിന്നെയാണോ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാനായിട്ട്? അലീനെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ ഞങ്ങൾ വിചാരിച്ചൊന്നും പറ്റില്ല എന്ന് ബബിത പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അലീന ചേച്ചി ഇവിടുന്ന് ആരും ഓടിച്ചു വിടണ്ട, അതിനുവേണ്ടി ആരും മുദ്രയും വേണ്ട, അച്ഛൻ ചെയ്യുന്നതാണ് ശരി. അലീന ചേച്ചി ഇവിടെ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളെല്ലാം കൂടപ്പിറപ്പുകളോ അല്ലേ, അച്ഛനെയും അമ്മയും പോലെയും ഒക്കെയല്ലേ ചേച്ചി എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു അല്പമെങ്കിലും സ്നേഹം ആ ചേച്ചിയോട് നമ്മൾ കാണിച്ചോ? നമ്മൾ തിരിച്ചെന്താ ചെയ്തത്? ഒരു ജോലിക്കാരി പോലുള്ള അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം പോലും കൊടുക്കാതെ അതിലും താഴ്ത്തിയായിട്ട് ഓരോന്നും കാണിച്ചു. അവസാനം ഇവിടുന്ന് വലിച്ചഴിച്ച് റോഡിൽ കൊണ്ട് പീഡിപ്പിച്ചെറിയേണ്ട രീതി വരെ എത്തിയില്ലേ? എന്തൊക്കെ പണികളാണ് ആ ചേച്ചിയോട് ഞങ്ങൾ കാണിച്ചത്? ദ്രോഹത്തിനല്ലേ കാണിച്ചത്? അതൊക്കെ ശരിയാണോ അമ്മേ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ വീണ്ടും അലീന പറയുന്നുണ്ട്, നിർത്തടി, നീ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ത്യാഗം ചെയ്ത് സംസാരിക്കുന്നത്? നീ വീട്ടിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക, അല്ലാതെ അവൾക്ക് വേണ്ടിയിട്ടല്ല. അമ്മേ അങ്ങനെ പറയരുത്, അമ്മ മര്യാദയ്ക്ക് ചേച്ചിയെ മകളെപ്പോലെ കണ്ട് സ്നേഹിച്ചാൽ അമ്മയ്ക്ക് കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വായിച്ച ദേഷ്യം പിടിക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, അവളെ ഞാനിവിടെ നിർത്തത്തില്ല, നോക്കിക്കോ, അവളെ ഞാൻ തുരത്താനുള്ള എല്ലാ പണികളും ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെയും മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചെല്ലണം. അപ്പോൾ അവിടെ അലീന മുത്തശ്ശിക്ക് എന്തായാലും ആശുപത്രിയിൽ പോകണമല്ലോ, നല്ല കുളിപ്പിച്ച് നല്ല വേഷമൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ആ സമയത്ത് വൈജ ഇങ്ങോട്ട് കയറി വന്നിട്ട്, അമ്മേ റെഡിയായോ എന്ന് ചോദിക്കുക. റെഡിയായി.
ഇത്തത് ബാഗെല്ലാം എടുത്ത് അമ്മയുടെ ഡ്രസ്സും മരുന്നുകളും ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാടി ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരാനുള്ളതല്ലേ, ഇതൊക്കെ എന്തിനാ നീ പാക്ക് ചെയ്യണേ? ഇതിനിടെ കൂടെ അലീനയും ചോദിക്കുന്നുണ്ട്, എന്തിനാ മാഡം, അഡ്മിറ്റ് വല്ലതാണോ? ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. മൊത്തം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റ്, അമ്മേ പെട്ടെന്ന് ഇറങ്ങിക്കോ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടും. ഇനി അമ്മ അവിടെ നിന്നാൽ മതി. എടീ, എന്നെ അവിടെയൊന്നും കൊണ്ടുവിട്ടേക്കില്ലേ. കമലയുടെ അടുത്ത് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ലടി. അവൾ എന്നെ നേരെ ചൊവ്വേ നോക്കത്തില്ല. നീ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ ആ റോഡിലേക്ക് ഇറക്കി വിട്. ഞാൻ വല്ല റോഡിൽ ഇരുന്ന് തെണ്ടിയാണെങ്കിലും ജീവിച്ചോളാം. എന്നാലും ഞാൻ അവളുടെ അടുത്തേക്ക് പോവില്ല എന്ന് പറയാട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മയുടെ വീട് കൊല്ലപ്പള്ളിയാണ്. അവിടെയാണ് അമ്മയുടെ തറവാട്. ശിവേട്ടൻ്റെ കൂടെ നിൽക്കണം. സാധാരണ ആ മക്കൾ അമ്മമാരെ നോക്കേണ്ടത്. അതുകൊണ്ട് അമ്മ ഇനി മുതൽ അവിടെ നിന്നാൽ മതി. പിന്നെ അലീനോട് പറഞ്ഞുണ്ട്, നീ ഇനി അമ്മയെ നോക്കാനുള്ള കാര്യത്തിനാണല്ലോ നീ ഇവിടെ വന്നത്. അമ്മ ഇനി മുതൽ കൊല്ലപ്പള്ളിയിലാണ്. നീ അവിടെ പോയി നിന്ന് അമ്മയെ നോക്കിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഉടനെ അലീനെ വിളിക്കണം, മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുത്തശ്ശിയെ നോക്കാനായിട്ട് കൊല്ലപ്പള്ളി പോയി നിൽക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ അവിടുത്തെ ജോലിക്കാരിയല്ല. അതെനിക്കറിയാം. നീ ഇവിടുത്തെ ജോലിക്കാരിയാണ്, സെർവൻ്റാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ആരെയും നോക്കാൻ വന്ന ആ ആളിനെ ഞാൻ അങ്ങോട്ടേക്ക് ആക്കുക. അപ്പോൾ അവിടെ പോയി നീ നോക്കൂ. ഇല്ല, ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി ഞാനൊരു ജോലിക്കാരിയല്ല. ആര് പറഞ്ഞു അല്ലെന്ന്? ആയിരുന്നു. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ, ആ പണിയിൽ നിന്ന് റിസൈൻ ചെയ്തു ഞാൻ. അത് കഴിഞ്ഞ് നീ വീണ്ടും തിരിച്ച് വന്നില്ലേ? വന്നു. പക്ഷേ വന്നത് ജോലിക്കാരിയായിട്ടല്ല, ഇവിടുത്തെ എൻ്റെ അച്ഛൻ്റെ മകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാം. ഏത് അച്ഛനാടി നിൻ്റെ? നാണമില്ല അവൾ. എൻ്റെ മക്കളുടെ അച്ഛനെ നീ അച്ഛനെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയടി നിനക്കുള്ളത്? എനിക്കുള്ള യോഗ്യത മതി മാഡം. പക്ഷേ ആ മനുഷ്യൻ തന്ന പദവി അത് ഞാൻ തിരിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ മകളുമാണ്. അപ്പോൾ ഇവിടുത്തെ മൂന്ന് പേരുടെയും അച്ഛനാണ് അദ്ദേഹം. നിങ്ങൾ അവരുടെ അമ്മയുമാണെങ്കിൽ എൻ്റെയും അമ്മ തന്നെയാണ് നിങ്ങൾ. എന്ന് പറഞ്ഞൊരു ആട്ടുന്നുണ്ട് കേട്ടോ വൈജ. അലീനയുടെ മുഖത്തൊക്കെ എന്നിട്ട് പറഞ്ഞ, അമ്മയോ ഞാനോ? ഒരു കാലത്തും നടക്കാത്ത സംഭവമാണത്. ഒരിക്കലും നിൻ്റെ അമ്മാവാൻ എനിക്ക് സാധിക്കത്തില്ല. എന്നെ അമ്മ നീ വിളിക്കുകയും ചെയ്യരുത്. പിന്നെ നിനക്ക് കിട്ടിയ ഈ പട്ടം ഉണ്ടല്ലോ, ദത്തെടുക്കൽ പട്ടം, അതെല്ലാം ഞാൻ തിരിച്ചടിപ്പിക്കും. ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ. പക്ഷേ മുത്തശ്ശി ആകെ വിഷമത്തിലാണ്. അതുപോലെ കമലയാണെങ്കിലും ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ശിവനെ വിളിച്ചറിയിക്കുന്നുണ്ട്, ഭർത്താവിനെ. ശിവേട്ടാ, ഇപ്പോൾ ബാലചന്ദ്രൻ പഴയ ആളൊന്നുമല്ല. ഒന്നും സംസാരിക്കാൻ പോലും പോകാൻ പറ്റത്തില്ല. എല്ലാവരും അടിച്ച് പരിച്ച് ഭരണത്തിലിരുത്തിയിരിക്കുകയാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞു, രാജീവൻ പറഞ്ഞു. പക്ഷേ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇപ്പോൾ ആ വേലക്കാരി പെണ്ണിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതും പോരാഞ്ഞിട്ട് ദത്ത് പുത്രിയായിട്ട് ഏറ്റെടുത്തിരിക്കുക. മറ്റുള്ള 3 മക്കൾക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെ എല്ലാ കാര്യത്തിലും അവൾക്കും കൊടുക്കണമെന്ന് വാശിയിലാണ്. ഇപ്പോൾ ആകെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ അവിടെ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇതിനിപ്പോൾ എന്ത് വേണം? രാജീവൻ വന്ന് സംസാരിച്ചിട്ടൊന്നും ശരിയായില്ലല്ലേ? ശരിയായില്ല എന്ന് മാത്രമല്ല, മൊത്തം കുളമാവുകയും ചെയ്തു ശിവേട്ട. പിന്നെ വൈജ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വൈജയ്ക്ക് ഒരു അടി മുന്നോട്ട് ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. ശിവേട്ടാ, നിങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചേ വൈജയുടെ ജീവിതം എന്താണെന്ന് വെച്ചാൽ തീരുമാനമാക്കി കൊടുക്കണം. ഇല്ലാതെ ഇങ്ങനെ പോയാൽ ആകെ കുഴപ്പമാവും അവളുടെ ജീവിതം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ശരിയാണ് കമലെ, നീ ഒരു കാര്യം ചെയ്യും, വൈജയെ വിളിച്ച് പറ. ഞാൻ വൈകിട്ട് അവളെ വിളിച്ച് സംസാരിച്ചോളാം. ഞാനിപ്പോൾ രാജീവിനെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊന്നുകൂടെ കൃത്യമായിട്ട് എന്താ വേണ്ടതെന്ന് എല്ലാം ആലോചിച്ച് തീരുമാനിക്കാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പിസോഡിൽ. ടീച്ചറുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.